ദേശീയ പണിമുടക്കാണ്. കേരളത്തിൽ അത് പൂർണ്ണമാണ്. പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയും ചെയ്തതോടെ കേരളത്തിൽ പണിമുടക്കിന് ബന്ദിന്റെ പ്രതീതിയാണ്. പണിമുടക്ക് അനുകൂലികൾ സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾ തടഞ്ഞതും തുറന്ന കടകൾ അടപ്പിച്ചതും പലയിടത്തും സംഘർഷ സാഹചര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. പണി മുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണമുണ്ടാകുമെന്നും 5 മാസം മുൻപ് പ്രഖ്യാപിച്ച പ്രചാരണം നടത്തിയതിന് ശേഷമാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയതെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. ദേശീയതലത്തിൽ കോൺഗ്രസും INTUCയും പണിമുടക്കുമായി സഹകരിച്ചെങ്കിലും കേരളത്തിലെ സമരത്തിൽ INTUCയുടെ കാര്യമായ പ്രാതിനിധ്യം ഉണ്ടായിട്ടുമില്ല. വിവരങ്ങളുമായി VS അനുരാഗും സഹിൻ ആന്റണിയുമാണ് ചേരുന്നത്. ആദ്യം VS അനുരാഗിലേക്കാണ്. അനുരാഗ്, തലസ്ഥാനത്ത് ബന്ദിന് സമാനമായ രീതിയിൽ തന്നെയാണ് പണിമുടക്ക് എന്നുള്ളത് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. ഒരു തരത്തിലുള്ള വണ്ടികളും ഓടുന്നില്ല. അതുപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ജനങ്ങൾ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാകുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഓഫീസുകളിലേക്കൊക്കെ ജീവനക്കാരെത്തുന്നതും വലിയ തോതിൽ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു ഉച്ച കഴിയുന്ന സമയത്ത് ഏത് രീതിയിലാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? തലസ്ഥാനത്ത് ഹർത്താലിന് സമാനമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC ബസ്സുകളൊന്നും രാവിലെ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. തമ്പാനൂർ ടെർമിനലിൽ നിന്ന് ഒരു സർവീസും ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് ബസ്സുകളും തലസ്ഥാനത്ത് സർവീസ് നടത്തിയില്ല. ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ മാത്രമാണ് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തമ്പാനൂരിൽ സ്വകാര്യ വാഹനങ്ങളുടെ എല്ലാം തിക്കും തിരക്കുമുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ വലഞ്ഞതെല്ലാം ദീർഘദൂരത്ത് നിന്ന് ട്രെയിൻ ഇറങ്ങിയ ആൾക്കാരാണ്. ഇവരെല്ലാം RCCയിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഒക്കെയും ചികിത്സയ്ക്കായി എത്തിയ ആളുകളാണ്. മറ്റ് ജില്ലകൾ, ദൂരെയുള്ള ജില്ലകളിൽ നിന്ന് എത്തിയവരാണ്. പക്ഷേ അവർ കുറച്ചു നേരം ഒക്കെ ഇവിടെ ആൾക്കൂട്ടമായി നിന്നപ്പോഴേക്കും പോലീസ് കൃത്യമായി ഇടപെട്ടു. പോലീസിന്റെ വലിയ ബസ്സുകൾ എത്തിച്ച് ഇവരെ കൃത്യമായി ആശുപത്രികളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗ്രാമപ്രദേശങ്ങളിലെ ഡിപ്പോകളിൽ നിന്ന് KSRTC സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം സമരാനുകൂലികൾ അവരെ തടയുന്ന സാഹചര്യമുണ്ടായി. നെയ്യാറ്റിൻകരയിൽ ബസ് തടഞ്ഞ് അവരെ ഇറക്കിവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പലയിടത്തും കാട്ടാക്കടയും നെടുമങ്ങാടും പാലോടുമെല്ലാം ബസ്സും അതുപോലെ സ്വകാര്യ വാഹനങ്ങളടക്കം തടയുന്ന സാഹചര്യമുണ്ടായി. സ്വാതി സൂചിപ്പിച്ചതുപോലെ കടകമ്പോളങ്ങളെല്ലാം തലസ്ഥാനത്ത് അടഞ്ഞു കിടക്കുകയാണ്. ഗ്രാമപ്രദേശമായാലും നഗരപ്രദേശത്തായാലും ഇത്തരത്തിൽ എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും രാവിലെ ട്രെയിൻ ഇറങ്ങിയ ആൾക്കാരാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയത്. തിരുവനന്തപുരത്തെത്തിയ ദീർഘദൂര ബസ്സുകളെല്ലാം ഡിപ്പോയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. തലസ്ഥാനത്തടക്കം തെക്കൻ കേരളത്തിലെല്ലാം വലിയ തരത്തിലുള്ള പണിമുടക്ക് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹർത്താലിന് സമാനമായ സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതുപോലെ തന്നെ വാഹനങ്ങളടക്കം റോഡിലേക്ക് ഇറങ്ങുന്നതും വളരെ കുറവാണ്. സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇറങ്ങുന്നത്. യാത്രക്കാരെല്ലാം വലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ആ വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്. സഹിൻ ആന്റണി കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, മധ്യ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ എങ്ങനെയാണ് സ്ഥിതി? ഇന്നിപ്പോൾ ഏകദേശം ഈ ഒരു പകുതി ദിവസത്തോളം ആയിരിക്കുകയാണ്. നിലവിൽ രാവിലെയൊക്കെ കണ്ടിരുന്നു റോഡുകളിലൊന്നും യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും ഓടുന്നില്ല, വളരെ കുറവാണ്. അതുപോലെ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏതു രീതിയിലാണ്? സ്വാതി, മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും എറണാകുളം ജില്ല, വ്യവസായ നഗരമായ എറണാകുളത്തടക്കം ഈ പണിമുടക്ക് പൂർണ്ണമായിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക പണിയിടങ്ങളിലും തൊഴിലാളികൾ കയറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഈ തൊഴിൽ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾ ചിലതൊക്കെ തുറന്നു പ്രവർത്തിച്ചു. അതെല്ലാം ട്രേഡ് യൂണിയൻ പ്രവർത്തകരെത്തി അടപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണിമുടക്ക് പൂർണ്ണമായ എന്ന് പറയാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഹോട്ടലുകളും ഒപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് കടവന്ത്ര ജംഗ്ഷനാണ്. അതായത് എറണാകുളം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റോഡാണ്. അതിൽ പോലും ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. രാവിലെ ഇത്രയും പോലും വാഹനങ്ങൾ നിരത്തിലില്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്നും ഒരു വാഹനം പോലും പുറത്തേക്ക് ഇറങ്ങിയില്ല.
സാധിച്ചില്ല. ഏതായാലും ചില KSRTC ബസ്സുകൾ പുറത്തേക്ക് ഇറക്കാൻ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ശ്രമം നടത്തിയപ്പോൾ ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്ന സമരാനുകൂലികൾ അവരുടെ ഒരു നീക്കത്തെ തടയുകയാണ് ഉണ്ടായത്. ഇത് തന്നെയായിരുന്നു ഒട്ടുമിക്ക ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. എന്തായാലും മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള പണിയിടങ്ങളിലൊക്കെ അവിടെയൊക്കെ ഇന്ന് തൊഴിലാളികളെ അകത്തേക്ക് പ്രവേശിക്കാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ല പണിമുടക്കിന് അനുകൂലമായി നിന്നിരിക്കുന്നു. അല്ലെങ്കിൽ പണിമുടക്ക് ജില്ലയിൽ മധ്യ കേരളത്തിൽ പൂർണ്ണമാണ് എന്ന് പറയേണ്ടി വരും. ശരി സഹിൻ, ഇന്ന് ഇപ്പോൾ കേരളത്തിലും ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലാണ് ദേശീയ പണിമുടക്ക് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും അതുപോലെ മധ്യ കേരളത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയും വാഹനങ്ങളൊന്നും നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല. അതുപോലെ തന്നെ പ്രതിഷേധക്കാർ സമരാനുകൂലികൾ നിരത്തിൽ ഇറങ്ങുന്ന കാഴ്ചയും കാണുന്നുണ്ട്. കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രതിഷേധം വലിയ തരത്തിൽ ഒരു ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇന്നൊരു ദിവസം ജനങ്ങൾ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയും ഒരു വശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് VS അനുരാഗും സഹിൻ ആന്റണിയും നൽകിയത്.